ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ്പ്രസോ എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളും കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നല്ലൊരു DRL നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ലൊരു അടിപൊളി DRL, അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഗാർഡ്, നല്ലൊരു ഫ്രണ്ട് ഗാർഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഫ്രണ്ടും ബാക്കും കൂടിയിട്ടാണ് ആ സെറ്റ് വരുന്നത്. അതേപോലെ തന്നെ ക്രോം അതുമേ ഉണ്ട് കേട്ടോ, ഗ്രില്ല് ക്രോം അതുമേ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വിൻഡോ ഗാർണിഷ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാച്ച് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ റൂഫ് റെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ടൈൽ ലൈറ്റ് ക്രോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു ക്രോം വരുന്നുണ്ട്, ഡിക്കി ഗാർണിഷ് എന്ന് പറയും. പിന്നെ സ്പോയിലർ ചെയ്യുന്നുണ്ട്, റൂഫ് റെയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ക്യാമറ, നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ക്യാമറ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിക്കി ബോട്ടം ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അടിയിൽ വരുന്ന ഡിഫ്യൂസറും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആ റിഫ്ലക്ടർ, ആ റെഡ് കളറിലുള്ള അത് മാറ്റി നമ്മൾ നല്ലൊരു അടിപൊളി റിഫ്ലക്ടർ ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈൽ ലൈറ്റ് ക്രോം ചെയ്യുന്നുണ്ട്, ആ റിഫ്ലക്ടർ മാറ്റുന്നുണ്ട്. അത് ഈ സൈഡിലത്തെ പറയണമെന്ന് മാത്രം. പിന്നെ ക്യാച്ച് കവർ, അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, സൈഡ് ബീഡിങ് ഇതിലുണ്ട് കേട്ടോ. ഈ വണ്ടിയിലുള്ളതാണ് സൈഡ് ബീഡിങ്. പിന്നെ ഹെഡ്ലൈറ്റ് ക്രോം, അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹോണും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സീറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. സീറ്റ് കവർ ചെയ്യുന്നത് നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ്. അതേപോലെ അതിൻ്റെ അടിയിലൊരു മാറ്റും ചെയ്യുന്നുണ്ട്. സീറ്റും അതേപോലെ തന്നെ ഒരു മാറ്റും. അപ്പോൾ സീറ്റ് ഫുൾ ബ്ലാക്കിൽ റെഡ് ലൈൻ ഇട്ടിട്ട് റൂൾ മോഡലിന് ചെയ്യുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലൊരു ആംബിയൻസ് ലൈറ്റ്, ഇപ്പോൾ ശരിക്കും ആ ഡാഷ്ബോർഡിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലും ലൈറ്റ് കിട്ടാവുന്ന ഒരു രീതിയിലുള്ള ആംബിയൻസ് ലൈറ്റ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ് കളറിലുള്ള ബ്ലൂ കളറിലുള്ള ആംബിയൻസ് ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. വീലാർച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഇപ്പോഴല്ല, എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കില്ല. ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്ന DRL. ഇത് ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ് വരുന്നത്. ഫോഗ് DRL എന്നാണ് ഇതിനെ പറയുക. ഇതിൽ നമുക്ക് DRLും വർക്ക് ചെയ്യും, അതേപോലെ തന്നെ ഇതിൽ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും. ഇതിൻ്റെ ഫിറ്റിങ്സിനും വയർ കട്ടിങ്ങിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ ഈ കമ്പനിക്കാർ പറയുന്ന വാറണ്ടി പോകുമെന്ന് പറയുന്ന ഒരു കേസ് ഞങ്ങളുടെ ഫിറ്റിങ്സിൽ വയർ കട്ടിങ്ങിലില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാമറ, HOD കമ്പനിയുടെ HD ക്യാമറ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1 ഇയർ നമുക്ക് അതിന് വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ള ക്യാമറ. ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കമ്പനി ഹോണുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഹെല്ലാഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്നൊരു വേറൊരു ഹോണാണ് നമ്മുടെ റൂട്ട്സിൻ്റെ വരുന്നുണ്ട്. അതിനൊന്നും നമുക്ക് വാറണ്ടി കിട്ടുന്നില്ല. എൻ്റെ കാരണം വെച്ചാൽ അതുമ്പോൾ തന്നെ സീല് അവർ ഡേറ്റ് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഡേറ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നൊരു ഹോണെന്ന് പറഞ്ഞാൽ 6 മാസം മുന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള ഹോണായിരിക്കും കിട്ടുക. ഞങ്ങളിത് 1 വർഷം വാറണ്ടി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വന്ന് 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ വാറണ്ടി അവർ പറയുമ്പോൾ ഇതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ തരുമ്പോൾ തന്നെ ഡേറ്റ് എഴുതാണ്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ നിങ്ങൾക്ക് അതിന് വാറണ്ടി ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞിരുന്ന കമ്പനി വരുന്ന സെറ്റ്. ഇതിലേക്ക് നമ്മൾ നല്ലൊരു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ കാരണം വെച്ചാൽ കമ്പനി സെറ്റ് മാറ്റുന്നില്ല, ഇതിലേക്ക് നല്ലൊരു ക്യാമറ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ക്യാമറ ഒരു വെച്ചിട്ടില്ല. അപ്പോൾ കമ്പനി സ്ക്രീനിലേക്ക് ക്യാമറ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു അഡാപ്റ്ററും കൂടി വേണം. അത് ഫിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വയർ കട്ടിങ്ങിൻ്റെ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. അപ്പോൾ അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിഫ്ലക്ടർ, ഞാൻ പറഞ്ഞിരുന്നു ബാക്കിലെ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മളൊരു LED വെക്കുന്നത്. ഇതാണ് ആ റിഫ്ലക്ടർ. അതേപോലെ തന്നെ ക്യാമറ നമ്മൾ ഉദ്ദേശിച്ച ക്യാമറ HOD കമ്പനിയുടെ നല്ല അടിപൊളി ക്യാമറയാണ്. അതിന് 1.5 വർഷമാണ് വാറണ്ടി. സാധാരണ ഇതാണ് HOD കമ്പനിയുടെ HD ക്യാമറ. ഇതിന് 1.5 വർഷത്തോളം വാറണ്ടി ഉണ്ട്. സാധാരണ നമുക്ക് ഒരു ക്യാമറയ്ക്ക് നമുക്ക് വാറണ്ടി കിട്ടുക 1 ഇയറാണ്. ഇതിന് നമുക്ക് 1.5 വർഷം നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. നല്ലൊരു സ്റ്റൈലായിട്ടുള്ളൊരു ക്യാമറയാണ്. ബട്ടൺ ടൈപ്പാണ്. നമ്മൾ ബമ്പറിൽ ഹോൾ അടിച്ചിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നൊരു ക്യാമറയാണ്. ഈ ക്യാമറയുടെ ഫിറ്റിങ്സിനും നമുക്ക് വയർ കട്ടിങ്ങോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. അത് റിഫ്ലക്ടർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് നമുക്ക് വരുന്നത് മാട്രിക്സ് ആണ്. ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ DRLൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ DRL ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഗാർഡ് ഫിറ്റ് ചെയ്യാനുണ്ട്.
ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അടിയിൽ വരുന്ന ഗാർഡ്, അതേപോലെ തന്നെ നമുക്ക് സീറ്റൊക്കെ ഊരിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സീറ്റ് ബാക്കിലത്തേക്ക് ഊരി. ആ ബാക്കിലെ റിഫ്ലക്ടറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. നേരത്തെ കാണിച്ച റിഫ്ലക്ടറിൻ്റെ അതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. കണക്ഷൻ കൊടുത്തിട്ടില്ല. നമുക്കത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് കാണാം. അപ്പോൾ അതിൻ്റെ ടൈൽ ലൈറ്റ് കഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ക്യാമറ ഫിറ്റ് ചെയ്യണു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ HOD കമ്പനിയുടെ HD ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് 1.5 വർഷത്തോളം അതിന് വാറണ്ടിയും വരുന്നുണ്ട്. 1.5 വർഷം വാറണ്ടിയുള്ള നല്ല അടിപൊളി ക്യാമറയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് HOD എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഞാനത് വീണ്ടും ഒന്നുകൂടിയും അത് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് അതിൽ നിന്ന് എടുത്തു എന്നുള്ളൂ. ഇതിൻ്റെ ഫിറ്റിങ്സിന് നമുക്ക് വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്കതിൽ വരുന്നില്ല. അതേപോലെ ബാക്കിലത്തെ സീറ്റ് നമ്മൾ ഊരിയിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് ഊരിയിട്ടില്ല, ബാക്കിലെ 2 സീറ്റ് ഊരിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാമറയുടെ ഫിറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ക്യാമറയിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ആവണമെങ്കിൽ അതിലേക്കൊരു യൂണിറ്റ് കൂടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂണിറ്റ് വെച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിലെ റിഫ്ലക്ടർ LED പിടിപ്പിച്ചത് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതിൻ്റെ വയറിങ് കൊടുത്തു. ആ ടൈൽ ലൈറ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. അതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ ഇത് നല്ല പുതിയൊരു മോഡലാണ് ഇപ്പോൾ ഈ മാട്രിക്സ് അല്ലെങ്കിൽ ഈ റിഫ്ലക്ടർ LED വന്നിട്ടുള്ളത്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ്. ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത്തിരി ബ്രൈറ്റായിട്ട് കത്തും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹസാർഡ് ഇടുമ്പോൾ 2 സൈഡിലേക്ക് അത് വർക്ക് ചെയ്യും. അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഹസാർഡാണ് ഓൺ ചെയ്തേക്കണത്, ഒന്ന് ചെക്ക് ചെയ്ത് കാണാനായിട്ട്. അതേപോലെ തന്നെ ക്യാമറയുടെ ഫിറ്റിങ്സ് നമ്മുടെ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലേക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിൽ നമ്മൾ ടൈൽ ലൈറ്റ് ക്രോം ഒട്ടിക്കേണ്ട. ബാക്കിലെ ലൈറ്റുമ്മേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രോം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സിൽവർ കളറുള്ളൊരു ക്രോം. അതിൻ്റെ ഫിറ്റിങ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിൽ. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിലൊരു ഡിഫ്യൂസറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ റൂഫ് റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ റൂഫ് റെയിലിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റൂഫ് റെയിൽ ചെയ്യുന്നത് ഫുൾ ബ്ലാക്കാണ് ചെയ്യുന്നത്. നമുക്ക് ബ്ലാക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ സിൽവർ ബ്ലാക്കും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡൽ ഫുൾ ബ്ലാക്കാണ്. നമ്മൾ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിച്ചു. അതേപോലെ തന്നെ ക്യാച്ച് ഓവർ ഒട്ടിച്ചു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ മോഡലിലെ ക്രോം ഒട്ടിച്ചു. കണ്ട, ഹെഡ്ലൈറ്റിൻ്റെ മോഡലിൽ ക്രോം ഒട്ടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ആ റൂഫ് റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ റൂഫ് റെയിലിൻ്റെ ഒട്ടിക്കൽ അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ ബാക്കിലത്തെ സീറ്റ് ഊരിയത് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ റൂഫ് റെയിലിൽ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് മാർക്ക് ചെയ്തിട്ട് അതിൽ പ്രൈമർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഒട്ടിക്കണത്. ഇപ്പോൾ നമ്മളതിൽ പ്രൈമറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാം. അതേപോലെ പിന്നെ സ്പോയിലർ ഉണ്ട് കേട്ടോ ബാക്കിൽ. അത് ഞാൻ അത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ആ റൂഫ് റെയിൽ ഒട്ടിക്കാൻ കറക്റ്റ് അത് മാർക്ക് ചെയ്ത് അവിടെ പ്രൈമർ തേച്ചതിന് ശേഷം കറക്റ്റായിട്ട് അതിൽ വെച്ച് ഫിറ്റ് ചെയ്യണം. ശരിക്കും ആ സ്റ്റിക്കിങ് ആണ് കേട്ടോ. നമ്മുടെ 3Mൻ്റെ ടേപ്പ് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒട്ടിക്കലാണ്. ഒരു കാരണവശാലും വിട്ടുപോരില്ല. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കൈയോടെ വണ്ടി വാഷ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല, വണ്ടി നനയാനും പാടില്ല. ഒരു ദിവസം നമുക്കത് അങ്ങനെ തന്നെ കെടുക്കണം. പിന്നെ ഇതുമ്പോൾ പിടിച്ച് കയറാനും നമുക്ക് പറ്റില്ല കേട്ടോ. അത് പിടിച്ച് വലിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട് ബോൾട്ട് ടൈപ്പ് അല്ല. ഇപ്പോൾ സീറ്റിൻ്റെ ഫിറ്റിങ്സ്, ബാക്ക് സീറ്റിലെ ചാരുഭാഗം ഫിറ്റിങ്സ് കഴിഞ്ഞു. അതേപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റിൽ ഒരെണ്ണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ആ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിൽ നമുക്ക് ടൈലൈറ്റ് ക്രോം ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടൈലൈറ്റ് ക്രോം ഒട്ടിച്ചു. അതേപോലെ തന്നെ ഡിക്കി ഗാർണിഷ്, അത് നല്ല വീതിയുള്ള ഗാർണിഷ് കേട്ടോ. കമ്പനി വരുന്നതിനേക്കാൾ നല്ല വീതിയുള്ള ഒരു തരം ഗാർണിഷാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യ കാലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം മുമ്പ് വന്ന എക്സ്പ്രസോയിലൊന്നും നമുക്ക് ഇത്ര വീതിയുള്ള ഡിക്കി ഗാർണിഷ് കിട്ടിയിരുന്നില്ല. ഇത് നല്ല വീതിയുള്ളതാണ്, കാരണം നല്ല ഷോയാണ്. ആദ്യത്തെ നമുക്ക് കിട്ടിയിരുന്നത് ഇത്ര വീതിയുള്ള അല്ല കിട്ടിയിരുന്നത്. ഇതിപ്പോൾ നല്ല വീതിയുള്ളൊരു ഗാർണിഷാണ് നമുക്ക് കിട്ടിയേക്കണത്. അത് നല്ല സ്റ്റൈലും ആയിട്ടുണ്ട് ഒട്ടിച്ചപ്പോൾ. അതേപോലെ തന്നെ ടൈലൈറ്റ് 2 സൈഡിലെ ടൈലൈറ്റുമ്പോഴും ആ ക്രോം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ബാക്കിലെ ഡിഫ്യൂസറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം എടുത്ത് കാണിക്കാം. അതേപോലെ തന്നെ റൂഫ് റെയിൽ 2ഉം നമ്മൾ ഒട്ടിച്ചു. സ്പോയിലറും ഫിറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ സ്പോയിലർ പറഞ്ഞത്. ഇങ്ങനെ അതിൻ്റെ ഗ്യാപ്പ് ആ സ്ക്രൂ ചെയ്ത ഹോൾ അടയ്ക്കണം. അത്രയും നമുക്ക് ഇങ്ങനെ വർക്കുള്ളൂ. അതുപോലെ മറ്റേ റൂഫ് റെയിലും അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ ക്യാച്ച് കവറും വിൻഡോ ഗാർണിഷ് ലോവറും ഒട്ടിച്ചിട്ടുണ്ട്.
ഒന്നുകൂടി ഞാൻ കാണിക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കുന്നത് മാത്രം. അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ഫോഗ് DRL ഫിറ്റ് ചെയ്തു, ഹെഡ്ലൈറ്റുമ്പോൾ ക്രോം ഫിറ്റ് ചെയ്തു. ഇനി പക്ഷേ നമുക്ക് അതൊന്ന് ജസ്റ്റ് കത്തിച്ച് കാണാം. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലേക്കുള്ള ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു DRL ആണ്. അതിൽ ഇൻഡിക്കേറ്ററും കൂടിയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഹസാർഡ് ഇടണമെങ്കിൽ അത് യെല്ലോ കളറിൽ അത് കത്തും ചെയ്യും. അത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ എന്തായാലും അതിന് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നു. ഇതിപ്പോൾ നമ്മൾ DRL ഇടുമ്പോൾ വൈറ്റ് കളറിൽ, അതുപോലെ നമ്മൾ ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലെ പാർക്കും നമ്മൾ മാറിയിട്ടുണ്ട്, അതും വൈറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ DRL ഇടുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ് ഇത്. ശരിക്കും നമുക്ക് ഓൾട്ടോ 800ലേക്കും ഈ ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കേട്ടുമല്ലോ ആ ഹോൺ അടിച്ചത്, നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ടാണ്. ശരിക്കും നല്ല നല്ല ഷാർപ്പായിട്ടുള്ള സൗണ്ടാണ്. എന്നാൽ വലിയ ആൾക്കാർക്ക് വലിയ ശല്യമുള്ള മോഡലല്ല. ഇതാണ് അതിൻ്റെ പഴയ ഹോൺ. ഈ പഴയ ഹോൺ മാറ്റിയിട്ടാണ് നമ്മൾ HOD കമ്പനിയുടെ അടിപൊളി ഹോണറിന് ഫിറ്റ് ചെയ്തത്. ഇതേ ഫ്രണ്ടിലത്തെ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഫ്രണ്ടിലത്തെ ഗാർഡ് നമ്മൾ ഇതേ വെച്ചു. അത് ഈ പറഞ്ഞ പോലെ 5 സ്ക്രൂസ് ഇട്ടിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. മുകളിൽ 2 എണ്ണം, അടിയിൽ 3 എണ്ണം. അപ്പോൾ അതിൻ്റെ സ്ക്രൂസ് ഇതവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബമ്പർമ നമ്മൾ വെച്ചിട്ട് ഹോൾ ചെയ്യണം. ഇത് ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വണ്ടിക്ക്. ഇത് നമ്പർ പ്ലേറ്റുമ്പോൾ ഫ്രെയിം ഉള്ളതുകൊണ്ടാണ് ആ നമ്പർ പ്ലേറ്റ് പൊന്തി നിൽക്കണേ. ഫ്രെയിം ഇല്ലാത്ത നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ കറക്റ്റായിരിക്കും കയറി നിൽക്കും. ഇത് ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ക്രോം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കണമെന്ന് മാത്രം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ 3M ടൈപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതും ടൈലൈറ്റിൻ്റെയും എല്ലാ സ്റ്റിക്കറുകളും, ഈ ഒട്ടിക്കുന്ന ക്രോമുകളെല്ലാം നമ്മൾ 3M സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കണ്ട റണ്ണിങ് ബോർഡിൻ്റെ അടിയിൽ ആ പീസ് വന്നപ്പോൾ ഉണ്ട്, അതിൻ്റെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുള്ളതാണ്. വീലാർച്ച് നമ്മളിതിൽ വെച്ചിട്ടില്ല, പക്ഷേ വീലാർച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് നമുക്ക് സാധനം ഷോർട്ടാണ്, അതുകൊണ്ടാണ്. അടുത്ത ദിവസം വേറെ ദിവസം വന്ന് ചെയ്യും. ഇത് സീറ്റിൻ്റെ ഫിറ്റിങ്സ് അവിടെ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിലത്തെ സീറ്റിൻ്റെ ചാരുഭാഗം അതുപോലെ സീറ്റ് ഭാഗം കഴിഞ്ഞു. ഫ്രണ്ട് സീറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അത് നമുക്ക് 2 ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിച്ചൊന്ന് വെച്ച് കാണാം. കണ്ട അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നല്ല ബ്ലാക്ക്, നല്ല അടിപൊളി ബ്ലാക്കാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷോ വരുന്നൊരു ഐറ്റമാണ്. അതേപോലെ തന്നെ റെഡ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെഡാണ്. ഇത് വണ്ടിയിലേക്ക് വരുമ്പോൾ നല്ല ഷോണ്. ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക് വരുന്നൊരു കളറാണ് ഈ റെഡും ബ്ലാക്കും. പടിയിൽ വിനൈൽ മാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു ഭാഗം ഫുള്ള് ഇതേ കഴിയുന്നു, മറ്റേ ഭാഗത്ത് പകുതിയായിട്ടുണ്ട്. ഇങ്ങനെ പാഡുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിനൈൽ മാറ്റ് ഇടുന്നത് ശരിക്കും വണ്ടിക്ക് വളരെ നല്ലൊരു ആവശ്യമുള്ള കാര്യമാണ്. വണ്ടിയിൽ ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. വെള്ളം ആയാലും അടിയിലേക്ക് പോകാതിരിക്കാനും നല്ലതാണ്. ഇനി നമ്മുടെ അടിയിലെ ഡിഫ്യൂസർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ അടിയിലെ ഡിഫ്യൂസറും നമുക്ക് കാണാം. അടിപൊളിയായിട്ട് ഇത് ആ ക്രോമ്, മുകളിലത്തെ ക്രോമ്, അതിൻ്റെ തൊട്ടടിയിൽ വരുന്ന ഡിക്കിപ്പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിന് മുകളിൽ വരുന്നൊരു ക്രോമ്. അതേപോലെ തന്നെ നമ്മളതിലൊരു ക്യാമറ, നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലൊരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ വരുന്നതാണ് ആ ഡിഫ്യൂസർ. നല്ല സ്റ്റൈലായിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നല്ല ഷോ വരുന്നത്. അതുപോലെ നമ്മുടെ സ്പോയിലർ ഫിറ്റിങ് കഴിഞ്ഞു, റൂഫ് റെയിൽ ഫിറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിലത്തെ അതുപോലെ ബാക്കിൽ ടൈലറ്റ് ക്രോമും ഒട്ടിച്ചിട്ടുണ്ട്. സീറ്റിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇതേ സീറ്റുള്ളിലേക്ക് കയറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലും അതേപോലെ ഡാഷ്ബോർഡിൻ്റെ അടിയിലും ആംബിയൻസ് ലൈറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതേ ഫ്രണ്ടിലത്തെ നമ്മൾ ആ DRL നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആംബിയൻസ് ലൈറ്റ് അത് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ. അതേപോലെ സീറ്റ് നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് സീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ ആംബിയൻസ് ലൈറ്റ് പറഞ്ഞത്. അത് നമുക്ക് ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ അടിയിലും വരും. കണ്ടോ, ആണ് ഫ്രണ്ടിലെ സീറ്റിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ ശരിക്കും രാത്രി നല്ലൊരു ഇതാണ്. ഇതിൻ്റെ സ്വിച്ചിങ് നമുക്ക് വരുന്നത് മറ്റേ ഡോർ സ്വിച്ചിൽ നിന്നാണ്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഡോർ സ്വിച്ചിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും ഫുൾ ടൈം കത്തി കെടുക്കില്ല. ഡോർ അടച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കെടും. ഞാൻ റിവേഴ്സ് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിവേഴ്സ് ക്യാമറ നമ്മൾ ഫിറ്റിങ് കഴിഞ്ഞു. നല്ല വൈഡായിട്ടുള്ളൊരു ക്യാമറ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇരുട്ടായി എന്നാലും നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അത് അതിപ്പോൾ ശരിക്കും പോർച്ചിലേക്ക് കയറിയാണ് വണ്ടി കിടക്കുന്നത്.
നമ്മൾ ബാക്കിൽ വണ്ടി പോകുന്നത് ആ റോട്ടിൽ കൂടെയാണ്. എന്നിട്ടൊന്ന് അത് ക്ലിയറാണ്. ഇത്തിരി അകലുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി ചെറുതായിട്ട് കാണുന്നത്. നമ്മുടെ ലൈൻ കഴിഞ്ഞും പിന്നെയും അങ്ങോട്ട് കയറിയിട്ടാണ് അത് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ ഫിറ്റിങ്സും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ആ സീറ്റ് ഒന്നുകൂടി നോക്കിക്കോ. അതേപോലെ തന്നെ നമ്മുടെ ആംബിയൻസ് ലൈറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ലൈറ്റും, അതുപോലെ റണ്ണിങ് ബോർഡിൻ്റെ അടിയിൽ വരുന്ന ആ പീസ് അത് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫ് റെയിൽ അടിപൊളിയായിട്ടുണ്ട്. ആ ബാക്കിലേക്ക് വരുന്ന ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ നിന്ന് ബാക്കിലേക്ക് ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് രണ്ടാമത്തെ ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പല കളറിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ്, ചിലർ വൈറ്റ് ആവശ്യപ്പെടും, ചിലർ റെഡ് ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ സ്പോയിലർ ഒന്നുകൂടി കണ്ടോ, അത് നമ്മൾ അതിൻ്റെ ഹോളൊക്കെ അടച്ചു. അതുപോലെ റൂഫ് റെയിൽ ശരിക്കും ആ ബ്ലാക്ക് റൂഫ് റെയിൽ നല്ല മാച്ചായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കണം നമ്മുടെ സ്പോയിലർ അടിപൊളിയായിട്ടുണ്ട്. വിൻഡോ മറ്റേ ഡിക്കി ക്രോമും ഡിക്കി ഗാർണിഷ്, അതേപോലെ തന്നെ നമ്മുടെ റിയർ റിഫ്ലക്ടർ LED, അതേപോലെ തന്നെ അടിയിലത്തെ നമ്മുടെ ഡിഫ്യൂസർ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഫിറ്റിങ്സും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ നമ്പർ ലൈറ്റിൻ്റെ മുകളിൽ 2 ലൈറ്റ് വരുന്നുണ്ട്, ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ കത്തുന്നത്. അത് ശരിക്കും നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷെ നമ്മുടെ ബൾബായിലിട്ട് അതിൻ്റെ അടപ്പ് ശരിക്കും അടയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വൈറ്റ് ആക്കാമായിരുന്നു. അത് ചെറിയ ടൈപ്പ് വൈറ്റ് അതിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ അതിൻ്റെ റിയർ റിഫ്ലക്ടർ LED നല്ല സ്റ്റൈലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഓട്ടുമ്പോൾ അത് ബ്രൈറ്റ് ആവുന്നുണ്ട്, പാർക്ക് ഇടുമ്പോൾ ലൈറ്റായിട്ട് കത്തും, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിയുടെ വർക്കുകൾ നമ്മുടെ ഒരുവിധം കഴിഞ്ഞു. ഇതേപോലത്തെ നമ്മുടെ വീഡിയോസ് അതുപോലെ എക്സ്പ്രസോൻ്റെ ചെയ്തതും പല വണ്ടികളുടെ ചേർട്ടിക എക്സ്പ്രസോ കുറേ വണ്ടികളുടെ ആട്ടെ. ഇപ്പോൾ മാരുതിയുടെ മാത്രമല്ല, ബാക്കിയുള്ള ടയോട്ടയുടെ ആയാലും നമ്മുടെ ഹുണ്ടായുടെ ആയാലും നിസാൻ അതുപോലെ കുറേ വണ്ടികൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു 10,000-ഓളം വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോയും അതുപോലെ ഷോർട്സും കൂടിയിട്ട് അതിൽ കാണും. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സീറ്റും കാര്യങ്ങളും ഒന്നും കൂടി നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.